ഇടുക്കി മൂന്നാറിൽ ഇനി അപകടയാത്രാ നിയമലംഘനങ്ങൾക്ക് ഇളവില്ല. ട്രാഫിക് കുരുക്കും അപകടകരമായ ഡ്രൈവിംഗും മയക്കുമരുന്ന് ശൃംഖലയും ഒരുപോലെ ലക്ഷ്യമിട്ട് പോലീസ് കർശന നടപടിയിലേക്ക്. വരും ദിവസങ്ങളിൽ വ്യാപക പരിശോധനകളും ശക്തമായ നടപടികളും ഉണ്ടാകുമെന്ന് DIG യതീഷ് ചന്ദ്ര കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. മൂന്നാറിലെ DYSP, ഇൻസ്പെക്ടർമാർ, SIമാർ എന്നിവരുടെ യോഗത്തിൽ ട്രാഫിക് നിയന്ത്രണം, ഓപ്പറേഷൻ തൂഫാൻ, മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ വിശദമായി വിലയിരുത്തി. ടൂറിസം കേന്ദ്രമായ മൂന്നാറിൽ ഗതാഗതക്കുരുക്കും അപകടകരമായ ഡ്രൈവിംഗും നിയന്ത്രിക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയതായും അടുത്ത ദിവസങ്ങളിൽ അതിന്റെ മാറ്റം പ്രകടമാകുമെന്നും DIG പറഞ്ഞു. ഇവിടുത്തെ എല്ലാ DYSPമാർ, ഇൻസ്പെക്ടർമാർ, SIമാരായിട്ട് ഒരു മീറ്റിംഗ് ചേർന്നു. ഈ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നം ഉൾപ്പെടെ പല പ്രശ്നങ്ങൾ, ഞങ്ങൾ ഓപ്പറേഷൻ തൂഫാനിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെല്ലാം വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ വരേണ്ട ദിവസങ്ങളിൽ നമ്മൾ ഇവന്മാർക്ക് ഈ അപകടപരമായിട്ട് ഓടിക്കേണ്ടത്, പിന്നെ ട്രാഫിക് ജാം, ബിക്കോസ് ഇറ്റ്സ് എ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ട് അത് ബന്ധപ്പെട്ട പ്രത്യേക ശ്രദ്ധ നമ്മൾ ഓൾറെഡി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വരേണ്ട ദിവസങ്ങളിൽ മാറ്റങ്ങളും ഉണ്ടാവും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സ്കൂൾ ബസ്സുകളിൽ ഉൾപ്പെടെ വിവിധ വാഹനങ്ങളിൽ അപ്രതീക്ഷിത പരിശോധനകൾ തുടരും. മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവർമാർക്കെതിരെ ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും പരിശോധനകൾ മുൻകൂട്ടി അറിയിക്കില്ലെന്നും DIG വ്യക്തമാക്കി. മൊത്തം റേഞ്ചിൽ മോർ ദാൻ 29 ആളുകൾ ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ പിടികൂടി. വളരെ ഡിസ്ട്രെസ്ഫുൾ ആണ്. മീൻസ് ഇങ്ങനെ ഒരു കുട്ടികളെ കൊണ്ടുപോകേണ്ട വണ്ടികളിലുള്ള ആൾ മദ്യം സേവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമമാണ്. ഞങ്ങൾ എനിവേ അവരെ ഡ്രൈവിംഗ് ലൈസൻസ് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ ആ ഒരു ജോലിയിലേക്ക് അവർ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ നിർദ്ദേശമുണ്ട്. ഇനി വരേണ്ട ദിവസങ്ങളിൽ വേറെ പല തരത്തെ ഡ്രൈവ്സ് ഞങ്ങൾ എനിവേ ഏറ്റെടുക്കും. ഈ ഡ്രൈവ് എപ്പോൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ട് ചെയ്യില്ല, എന്തെങ്കിലും ഉണ്ടാവും. മയക്കുമരുന്ന് കേസുകളിൽ യൂസർമാർ മുതൽ ടോപ്പ് ലെവൽ സപ്ലയർമാർ വരെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ശൃംഖലയിലെ എല്ലാ തലങ്ങളെയും ലക്ഷ്യമിട്ടുള്ള നടപടി കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിപ്പോൾ യൂസേഴ്സ് ആരാണ്, ഫസ്റ്റ് ലെവൽ സപ്ലയേഴ്സ് ആരാണ്, സെക്കൻഡ് ലെവൽ ഡ്രഗ് പെഡ്ലർസ് ആരാണ്, ടോപ്പ് ലെവൽ സപ്ലയേഴ്സ് ആരാണെന്ന് പറഞ്ഞ എല്ലാ ഡേറ്റ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ടോപ്പ് ലെവൽ ആൾ എത്തുമ്പോൾ മിക്കവാറും ഈ ഒരു ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കേണ്ട ഇത് കുറവാകേണ്ട ഒരു സൂചനയുണ്ട്. ബട്ട് എനിവേ നമ്മളിവിടെ സെക്കൻഡ് ലെവൽ ആൻഡ് ഫസ്റ്റ് ലെവലുള്ള ഡ്രഗ് പെഡ്ലർസ് എല്ലാം മുഴുവൻ ഞങ്ങൾ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ഓൾറെഡി നൽകിയിട്ടുണ്ട്. മൂന്നാറിലെ ട്രാഫിക് പ്രശ്നത്തിന് ദീർഘകാല പരിഹാരം അടിസ്ഥാന സൗകര്യ വികസനമാണ്. നിലവിലെ ഗതാഗതക്കുരുക്ക് പരമാവധി കുറയ്ക്കാൻ പോലീസ് എല്ലാവിധ സംവിധാനങ്ങളും വിനിയോഗിക്കുമെന്നും DIG യതീഷ് ചന്ദ്ര കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കി. ഫസ്റ്റ് ഓഫ് ഓൾ ട്രാഫിക് എന്ന് പറഞ്ഞാൽ പോലീസ് ഒരു അംഗം മാത്രമാണ്. ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് റോഡ്, പിന്നെ എത്ര വീതിയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ബട്ട് പോലീസ് ഫ്രണ്ട് ലൈനിൽ നിന്നിട്ട് ഈ കാര്യം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി മാക്സിമം സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.